നമസ്കാരം. എന്താണ്? നമസ്കാരം. അടുത്ത അക്ഷരം അടുത്ത ചില്ല് നമുക്ക് പഠിച്ചാലോ? റെഡിയല്ലേ? ഓക്കെ. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ചില്ല് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നിങ്ങൾ ഓൾറെഡി കണ്ടു അല്ലേ? പക്ഷെ ഇതെങ്ങനെ എഴുതുന്നതെന്നുള്ളത് അറിയില്ല. പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. കണ്ട, ഇങ്ങനെയാണ് ഈ ചില്ല് എഴുതുന്നത്. നാലാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഈ ചില്ല് എഴുതുന്നത് ഇങ്ങനെയാണ്. ടീച്ചർ ഒന്നും കൂടെ എഴുതാം. ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇങ്ങനെ. കണ്ടോ? മനസ്സിലായോ? ഇങ്ങനെ എഴുതുക. ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഇതേതാണ്? ഈ ചില്ല് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുന്നത്? ഇൾ. എന്താണ്? ഇൾ. നമ്മുടെ നാവ് കുറച്ചും കൂടെ പുറകോട്ട് പോകണം. ഇൾ. ഇൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൽ പല്ല് മുട്ടി അല്ലേ? ഇൾ പറയുമ്പോൾ നാവ് കുറച്ചുകൂടെ പുറകോട്ട് പോകണം. ഇൾ ഇൾ ഇൾ. പറഞ്ഞേ. ഇൾ. വാക്കുകൾ എഴുതിയാൽ മാത്രമാണ് എനിക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. നോക്കാം. ഇതെന്താണ്? ആ, വ. എന്താണ്? എൾ. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പോൾ ആ, വ, എൾ. അവൾ. നമ്മൾ നേരത്തെ അവൻ എന്ന് പഠിച്ചില്ലേ? അതുപോലെ അവൾ. മനസ്സിലായോ? ആ, വ, എൾ. ഹി അവൻ. ഷി അവൾ. മനസ്സിലായോ? HE ഹി അവൻ. SHE ഷി അവൾ. കിട്ടിയോ? ഓക്കെ അല്ലേ? എളുപ്പമാണോ? എളുപ്പമല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇതെന്താണ്? വാ അല്ലേ? എന്താണ്? ആ. അപ്പൊ എന്ത് വരും? വാ. ഇനി എന്താ നമ്മൾ എഴുതാൻ പോണേ? ഇനി ഏതാണ് എഴുതാൻ പോകുന്നത്? ഈ ചില്ലാണ്. എന്താണ്? ഇൽ എന്ന് പറഞ്ഞേ. ഇൽ. കൂട്ടി വായിക്കുമ്പോ വാ, ആ, വാ, ഇൾ. കൂട്ടി വായിച്ചേ. വാൾ. എന്താണ്? വാൾ. എന്താണ് വാൾ? വീട്ടിൽ അമ്മമാർ അല്ലെങ്കിൽ പേരൻസ് പച്ചക്കറിയൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യും അല്ലേ? അത് ചെറുതാണ് അല്ലേ? അതിന് നമ്മൾ എന്തു പറയും? നൈഫ് എന്ന് പറയും. കത്തി ചെറുതാണ്. പക്ഷെ അതിന് വലുതാണ് വാൾ. വലിയ വലിയ മരങ്ങളൊക്കെ ഇല്ലേ? വലിയ മരങ്ങൾ, വലിയ ട്രീസ് കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വലിയ വലിയ മരങ്ങൾ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതാണ് വാൾ. വാൾ. വലിയ മരമൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് വാള്. മനസ്സിലായോ? നമ്മുടെ വീട്ടിലുള്ളത് എന്താ? കുഞ്ഞിത് അല്ലേ? ചെറുത്. അത്യാവശ്യം കട്ട് ചെയ്യാനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ് നൈഫ്, കത്തി. ഇത് വാൾ. വാൾ എന്ന് പറഞ്ഞാൽ വലിയ മരമൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന വലിയ കത്തി, വലിയ നൈഫാണ് വാൾ. എന്താണത്? വാൾ. മനസ്സിലായോ?
വാ ആ ഇൾ വാൾ. ഓക്കെ, അടുത്തത് ഇതെന്താണ്? ഈ. ഇതെന്താ? പറ. ത ഇൾ. എന്താണത്? ഈ ത ഇൾ. ഒരുമിച്ച് വായിക്കുമ്പോൾ ഈ ത ഇൾ. കൂട്ടി വായിക്കുമ്പോൾ ഇതൾ. എന്താണ്? ഇതൾ. ഈ ത ഇൾ. ഇതൾ. എന്താണത്? ഇതൾ. എന്താണ് ഇതൾ എന്ന് പറഞ്ഞ? പൂവ് കണ്ടിട്ടുണ്ടോ? പൂവ്, പൂവിൻ്റെ ഒരല്ലി ഉണ്ടോ? പൂവ് കണ്ടിട്ടുണ്ടോ? ഇതാണ് പൂവ്, ഇതിൻ്റെ ഒരു അല്ലി ഉണ്ടോ? ഇത് പൂവ്. ഇത് മൊത്തം ഫ്ലവർ വേസ് ആണ്. ഇതിൽ നമ്മൾ ഒരു പൂവ് എടുക്കുകയാണ്, മനസ്സിലായോ? ഇതിൽ നമ്മളൊരു പൂവ് നമ്മൾ എടുത്തു ഉണ്ടോ? ഇതിൻ്റെ ഈ ഒരു അല്ലി ഉണ്ടോ? ഈ ഒരു ഭാഗം മാത്രം പറയുന്നതാണ്. ഇത് മുഴുവനായിട്ടും പറയുമ്പോൾ പൂവ്, ഇത് മാറ്റി വെച്ചിട്ട് ഇത് മാത്രം, അല്ലേ? ഇതിനെ മാത്രം പറയുന്നതാണ് എന്ത്? ഇതൾ. എന്താണ്? ഇതൾ. മനസ്സിലായോ? ഈ ഒരെണ്ണത്തിനെ മാത്രം പറയുന്നതാണ് പൂവിൻ്റെ അല്ലി. ഇതൾ. ഇതിനെയാണ് ഇതൾ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇത് പൂവ്, ഇത് മാത്രം ഇതൾ. ഓക്കെ, യെസ്. അപ്പോൾ വായിച്ചേ. ഈ ത ഇൾ. ഇതൾ. ഉണ്ടോ? ഇവിടെയൊക്കെ വരുന്നത് ഈ ചില്ലാണ്. ആ വ ഇൾ അവൾ. വ ആ വാ ഇൾ വാൾ. ഈ ത ഇൾ ഇതൾ. കിട്ടിയോ? അപ്പോൾ ഇൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ളത് വാക്കുകളുടെ ഉദാഹരണത്തോടെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചില്ലുമായിട്ട് നമുക്ക് കാണാം. അത് ലാസ്റ്റത്തെ ചില്ലാണ്. ലാസ്റ്റ്. അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? ക്ലാസ് തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായി എത്ര ചില്ലുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 4 എണ്ണം. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഓക്കെ, പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക, ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കുക. ജസ്റ്റ് 15 മിനിറ്റ്സ് 15 മിനിറ്റ് മാത്രം വായിക്കാനും പഠിക്കാനുമായിട്ട് സമയം കണ്ടെത്തുക മലയാളത്തിന് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം. ബൈ.